ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 2 രാജാക്കന്മാർ 4-ാം അധ്യായം 40-ാമത്തെ വാക്യം ഇങ്ങനെ ആണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുകയാണ്. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണം. നിൻ്റെ വചനം ഞങ്ങൾക്ക് പ്രയോജനീഭവിക്കണം. കർത്താവെ, നിൻ്റെ വചനം കൊണ്ട് ഞങ്ങളെല്ലാം കുളിർമയുള്ളവരായിത്തീരണം. വാടി തളർന്ന സസ്യങ്ങൾക്ക് പുത്തൻ മഴ, വേനൽ മഴ കിട്ടുമ്പോഴുണ്ടാകുന്ന ഉണർവാണ് നിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് കലത്തിൽ മരണം എന്നാണ്. പ്രവാചകനായിരിക്കുന്ന എലീശ ആ ദേശത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ഓരോ ജനവും പരാതിക്കെട്ടുമായിട്ടാണ് പ്രവാചകന് മുമ്പിൽ ചെന്നത്. ദേശത്ത് ക്ഷാമമാണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വശമില്ല, വിശപ്പിൻ്റെ വിളി ശക്തമായിരിക്കുന്നു, നിയന്ത്രണങ്ങൾ തെറ്റിയും നിലവാരം തെറ്റിയും മാനസികമായി തകർന്നുമാണ് മുമ്പോട്ട് പോകുന്നത്. സഹായിക്കണം എന്നുള്ള ഒരു വലിയ ആഹ്വാനവും അപേക്ഷയും പ്രവാചകൻ്റെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് പറയുന്ന ഏക സഹായമാർഗം, ഞാൻ പായസം ഉണ്ടാക്കാം. നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ആളുകളോട് ചീര പറിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ഇടാനായിട്ട് പ്രവാചകൻ കൽപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ തിക്കും തിരക്കിനും ഇടയിൽ പേച്ചുര പറിച്ചു കൊണ്ടുപോയി ഇടുകയും പായസം പാകമായ ശേഷം ഇളക്കി കുടിക്കുമ്പോൾ ആ കുടിച്ച ആളുകൾ നിലവിളിച്ചു പറയുന്ന വേദഭാഗമാണ് നാം ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. യഹോവ പുരുഷൻ ആയുള്ളവയെ കലത്തിൽ മരണം. ഇത് കലത്തിലെ ഒരു മരണമാണ്. ഇതിൻ്റെ ചില ആത്മീയ സത്യങ്ങൾ ദൈവമക്കൾ പഠിക്കണം. ഇത് ആരും അറിയാത്ത ഒരു മരണമാണ്. കലത്തിൽ സംഭവിച്ചതാണ്. ഇത് പുറമേ ഉള്ളതല്ല, ബാഹ്യമായിട്ടുള്ളതല്ല. കലത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഈ മരണത്തിൻ്റെ കയ്പ് മനസ്സിലാകത്തുള്ളൂ. പുറമേ ആർക്കും ഇവിടെ ഒരു മരണമുണ്ടെന്നോ ഒരു വലിയ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. അതിനോട് ബന്ധപ്പെടുന്ന, അതിനോട് ചുറ്റും നിൽക്കുന്ന, അകത്തു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ കലത്തിലെ മരണം മനസ്സിലാക്കാനും അതിൻ്റെ ഭീകരത കണ്ടറിയാനും സാധിക്കുന്നത്. ഇന്ന് അനേക മരണങ്ങൾ രഹസ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേ ആർക്കും അറിയത്തില്ല. പുറമേ നല്ല പ്രസംഗമാണ്, പുറമേ നല്ല പാട്ടാണ്, നല്ല സംഘാടകനാണ്, മൊത്തത്തിൽ പുറമേ എല്ലാം കൊണ്ടും എല്ലാവരുടെയും എല്ലാമായിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം അദ്ദേഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായുള്ള വലിയ മരണം അദ്ദേഹത്തിന് സംഭവിക്കുകയാണ്. ചില കുടുംബങ്ങൾ നാട്ടിൽ അറിയപ്പെട്ട കുടുംബമാണ്, പ്രസിദ്ധമാണ്, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പേര്, മേൽവിലാസം പോലും ആളുകൾക്ക് ബഹുമാനവും ആദരവും ഉളവാക്കുന്നെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം എല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രഹസ്യബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടപ്പറപ്പ് ബന്ധം വളരെ പരാജയപ്പെട്ടിരിക്കുന്നു. പുറമേക്ക് ആയിട്ടില്ലെന്നേ ഉള്ളൂ, പുറമേക്ക് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ, തിങ്ങി നിറഞ്ഞ കുടുംബം, സന്ധ്യാസമയത്ത് പ്രാർത്ഥനയില്ലാത്ത ടി വിയും മറ്റ് അലങ്കാര വസ്തുക്കളും വെച്ച് സമാധാനത്തിനായി മദ്യം ഉപയോഗിക്കുന്ന രഹസ്യ മദ്യപാനികളുടെ ഒരു കൂട്ടായ്മയായി കുടുംബം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കലത്തിൽ ഒരു മരണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ദൈവമക്കളോടും ചോദിക്കട്ടെ, പുറമേ ഒന്നും അറിയുന്നില്ലെങ്കിലും, പുറമേ മാന്യനാണെങ്കിലും, എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും, ഉള്ളിൻ്റെ ഉള്ളിൽ നീ ആത്മീയമായി
പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? കണ്ണുനീരുണ്ടോ നമുക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ? ഭാര്യയും ഭർത്താവുമായി ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിലാണോ? തദ്വാര കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? മാനസികമായി വീർപ്പ് മുട്ടുന്ന, അപ്പനെ പേടിച്ചും അമ്മയെ ഭയപ്പെട്ടും കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കാതെയും തുറന്ന സന്തോഷം ഇല്ലാതെയും നാമമാത്രമായി കഴിഞ്ഞുകൂടി പോകുന്ന ഒത്തിരി കുടുംബങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പേരാണ് കലത്തിലുള്ള മരണം. ആരും അറിയാത്ത മരണം, പായസം കുടിക്കുന്നവർക്ക് മാത്രം അനുഭവയോഗ്യമായ മരണം. ആ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അവരുടെ അവസ്ഥകൾ തിരിച്ചറിയത്തുള്ളൂ. സമാധാനമില്ല, പണ്ടത്തുപോലെ ഒന്ന് ചിരിക്കാൻ സാധിക്കുന്നില്ല, വൈകുന്നേരം കൂടിയിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല, വേദപുസ്തകം വിടർത്താൻ കഴിയുന്നില്ല, ഒരു അധ്യായം ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല, ഒരു വാക്യം പരസ്പരം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. ഞായറാഴ്ച രാവിലെ ദേവാലയത്തിൽ പോകാനുള്ള ഒരു ഉത്സാഹം കുറവാണ്. സൺഡേ സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് താല്പര്യക്കുറവുണ്ട്. പള്ളിയിൽ പോകാൻ ഭാര്യയ്ക്ക് താല്പര്യക്കുറവുണ്ട്. പള്ളിയിൽ പോകണമെന്ന് പറയാൻ ഭർത്താവിന് മനസ്സില്ല. മൊത്തത്തിൽ അസ്വസ്ഥത. പ്രായമുള്ള അപ്പനും അമ്മയും അടുത്ത മുറിയിൽ പ്രാഗിയും ശപിച്ചും നേർന്നും മരുന്നില്ലാതെയും മരുന്നുണ്ടായിട്ടും അങ്ങനെ അസ്വസ്ഥമായി അവർ കഴിയുന്നു. കലത്തിൽ മരണം. യഹോവ പുരുഷനായുള്ളവയെ കലത്തിൽ മരണം. എന്താണ് ഈ കലത്തിൽ മരണത്തിൻ്റെ കാര്യം? പേച്ചുര പറിച്ചിട്ടു എന്നുള്ളതാണ്. അവിഹിതമായ വസ്തുവിൻ്റെ പുറകെ ഓടുകയാണ്. ചീരയാണ് പറിക്കാൻ പറഞ്ഞത്, പേച്ചുര പറിക്കരുത്. എന്താണ് സമാധാനക്കുറവിൻ്റെ കാരണം? അവിഹിതമായ മാർഗത്തിൽ കൂടെ ഓടുകയാണ്. നേരായ മാർഗം മാറ്റിക്കളഞ്ഞിട്ട് എങ്ങനെയും പണമുണ്ടാക്കണം, എങ്ങനെയും പ്രതാപം വർദ്ധിക്കണം, എങ്ങനെയും പ്രശസ്തി വർദ്ധിക്കണം, എന്ത് കാണിച്ചിട്ടായാലും വേണ്ടില്ല. ജീവിതത്തിൽ അവിഹിതമായ കള്ളത്തരത്തിൻ്റെയും കൊള്ളുവെപ്പിൻ്റെയും പൂഴ്ത്തിവെപ്പിൻ്റെയും പാതാളത്തിൽ ചെന്ന് സമാധാനം കണ്ടെത്താൻ കഴിയാതെ മുങ്ങിത്തപ്പുന്ന ഒത്തിരി ക്രിസ്തീയ ജീവിതങ്ങൾ ഇന്ന് നമ്മളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാൻ പ്രസംഗിക്കുന്നത്. കലത്തിലാണ് മരണം. കാരണം പേച്ചുര പറിച്ചിട്ടു എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പ്രവാചകൻ്റെ കൽപ്പന അതായിരുന്നില്ല. നിങ്ങൾ ചീര പറിച്ചിടാനാണ്. ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുമ്പോൾ, വചനം അംഗീകരിക്കാതിരിക്കുമ്പോൾ, വചനം അനുസരിക്കാതിരിക്കുമ്പോൾ ഈ വിധത്തിലുള്ളതായ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്നറിയേണ്ടതാണ്. അതുകൊണ്ട് മുന്നമേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിക്കുക. അതോടുകൂടെ സകലതും അവൻ നമുക്കായി തരും. സത്യമായിട്ട് ഓർക്കണം, ഈ വചനം വിശ്വസിക്കുന്ന, ഈ വചനത്തിൽ ചെവി കൊടുക്കുന്ന ഒരു വ്യക്തിയും മരിക്കേണ്ടതില്ല. അല്ലെങ്കിൽ ആത്മീയമായ പാപ്പരത്വം അവനിൽ നടക്കുകയും ഇല്ല. കലത്തിൽ മരണം. പരാജയമാണ് ഞങ്ങൾക്ക്. ഞാൻ പരാജയത്തിലേക്ക് വന്നിരിക്കുന്നു, വീഴ്ചയിലേക്ക് വന്നിരിക്കുന്നു, താഴ്ചയിലേക്ക് വന്നിരിക്കുന്നു, എനിക്കിനി നിവൃത്തിയില്ല, മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അലറി പൊട്ടിക്കരഞ്ഞപ്പോൾ പ്രവാചകൻ എന്താ പറയുന്നത്? സാരമില്ല, ഒരു പിടി മാവ് കൊണ്ടുവരാനായിട്ട് കൽപ്പിക്കുകയാണ്. ആ ഒരു പിടി മാവ് കൊണ്ടുവന്ന് കലത്തിലിട്ട് ഇളക്കി ശേഷം കുടിച്ചു കൊള്ളാൻ പറഞ്ഞു പായസം. അങ്ങനെ പായസം കുടിച്ചപ്പോൾ അവരുടെ മരണം മാറിപ്പോയി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. എന്താണ് അനുഗ്രഹിക്കപ്പെട്ടവരെ മാവ് കാണിക്കുന്നത്? മാവ് ഒരു പിടി, ഒരു ധാന്യം പൊടിഞ്ഞതാണ് മാവ്. ഒരു ധാന്യത്തിൻ്റെ പൊടിയാണ് മാവ്. പൊടിയുന്നിടത്തെല്ലാം മരണം മാറിപ്പോയി. എവിടെയാണോ തകർന്നത്, എവിടെയാണോ നുറുങ്ങിയത്, എവിടെയാണോ പൊടിയുന്നത്, അവിടെ മരണം മാറിപ്പോകും. ഒരു പിടി മാവ് കൊണ്ടുപോയി ഇട്ടപ്പോൾ, അത് കലക്കി കുടിച്ചപ്പോൾ മരണം മാറിപ്പോയെങ്കിൽ ദൈവമക്കൾ ഓർക്കുക, നിങ്ങൾ വിനയപ്പെട്ടാൽ നിങ്ങൾക്ക് വിജയം കിട്ടും. നിങ്ങൾ തകർന്നാൽ നിങ്ങൾ തരിപ്പണമാവുക ഇല്ല. നിങ്ങൾ നുറുങ്ങിയാൽ ദൈവം നിങ്ങളെ നിരസിക്കുകയും ഇല്ല. കണ്ണുനീരൊഴുക്കുമ്പോൾ ദൈവം നിങ്ങളെ കരുതും. വേദനയോടെ പറയട്ടെ, സന്തോഷത്തോടെ ചിന്തിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ തകർന്ന തരിപ്പണമായിട്ടുള്ള ഓരോ വ്യക്തിയും തൽക്ഷണം തന്നെ പണിയപ്പെടുകയാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഏതെങ്കിലും ഒരു
പിന്നെ നിർമ്മാതാവിൻ്റെ മുമ്പിലോ ഏതെങ്കിലും ഒരു മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവൻ്റെ മുമ്പിലോ തകർത്തിട്ടാൽ, പൊളിച്ചിട്ടാൽ, ഇടിച്ചിട്ടാൽ, അഴിച്ചിട്ടാൽ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞിട്ടാണ് അത് പുനഃസ്ഥിതി ഒരുപക്ഷെ ആയിത്തീരുകയുള്ളൂ. എന്നാൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു സെക്കൻഡ് നീ നിന്നെ തന്നെ തകർത്ത് കളയുക, നീ നിന്നെ തന്നെ തരിപ്പണമാക്കുക, നീ നിന്നെ തന്നെ ശൂന്യവൽക്കരിക്കുക. അടുത്ത സെക്കൻഡ് നീ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ ഉണർവുള്ളവനായി, പുതിയ ഭാവമുള്ളവനായി, പുതിയ രൂപമുള്ളവനായി, മുഖത്തു മാറ്റം വന്നവനായി, നിൻ്റെ കുടുംബം എല്ലാം കൊണ്ടും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഒന്നാമത്തെ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പൊടിഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തണം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി പൊടിഞ്ഞവനാണ്, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. പച്ച ഇറച്ചിയിൽ ഇരുമ്പാണി അടിച്ചു താത്തിയപ്പോൾ അത്രയും ഭാഗം യേശുവിൻ്റെ ശരീരം നമുക്കായി തുളയ്ക്കപ്പെട്ട് നമുക്കായി പൊടിയപ്പെട്ടു. തലയോട്ടിൽ കിരീടം അടിച്ചു താത്തിയപ്പോൾ തലയോട്ടി പൊട്ടി, തലച്ചോറ് ചെറിയപ്പോൾ അവൻ്റെ ശരീരം നമുക്കായി പൊടിയപ്പെടുകയാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിട്ടുള്ളതാണ്. ഉഴവുചാലുകൾ പോലെ അവൻ്റെ ശരീരം പൊടിഞ്ഞു കീറി. അതുകൊണ്ട് തന്നെ നാം എന്ന് രക്ഷപ്പെടുന്നു, മരണത്തിൽ നിന്നും നാം രക്ഷ പ്രാപിക്കുകയാണ്. വ്യക്തമായി മുഖത്തു നോക്കി പറയുന്നു, ക്രിസ്തു യേശുവാകുന്ന ആ പൊടിയിൽ മുങ്ങാതെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ മുങ്ങാതെ ഒരു മനുഷ്യനും ഒരിക്കലും മരണം മാറി കിട്ടുക ഇല്ല. അടിത്തറയിട്ടു പറയുന്നു, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. വേറെ ഒരു നാമത്തിനും നിന്നെ രക്ഷിക്കാൻ കഴിയത്തേ ഇല്ല. നിൻ്റെ മരണത്തിൽ നിന്നും നിന്നെ കരകയറ്റാൻ, നിൻ്റെ ജീവിത പരാജയത്തിൽ നിന്നും നിന്നെ കരകയറ്റാൻ ഒരേ ഒരു കർത്താവ് മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് 2000ഓളം ആണ്ടുകൾക്കപ്പുറത്ത് ക്രൂശുകളുടെ മധ്യത്തിൽ, ചരിത്രത്തിൻ്റെ മധ്യത്തിൽ, അഖിലാണ്ടത്തിൻ്റെ മധ്യത്തിൽ അവസാനത്തെ തുള്ളി രക്തവും ഊറ്റിക്കൊടുത്ത യേശു എന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിന് നിന്നെ കഴിയുമെനയാക്കാൻ സാധ്യമാകത്തുള്ളൂ. അല്ലാതെയുള്ള ഓട്ടം വൃഥ ആണ്. അല്ലാത്തുള്ള എല്ലാ ശുശ്രൂഷയും ലാഭം അല്ല. അതുകൊണ്ട് ഇന്ന് ഒന്നാമത്തെ മരണം കലത്തിൽ ഉള്ള മരണം. അധികം പേര് അറിയാത്ത മരണമാണെങ്കിലും ആപത്തുള്ള മരണമാണെന്ന് ഓർത്തുകൊള്ളണം. രണ്ടാമത്തെ മരണം 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ അറിയുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവെന്ന് പറഞ്ഞു. അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാവുക ഇല്ല. ഒന്നാമത്തെ മരണം കലത്തിലെ മരണം. രണ്ടാമത്തെ മരണം ഗർഭത്തിൽ മരണം. ഗർഭത്തിൽ മരിച്ചാലുള്ള ദോഷം ജനനം നടക്കുന്നേയില്ല, ജനനമില്ലാതെ പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പുതിയ സൃഷ്ടി ഇല്ല, അതിനു മുമ്പേ മരിക്കുകയാണ്. കണ്ടാൽ മനോഹരമായ പട്ടണം, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കണ്ടോ, നോക്കിക്കേ, ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, എത്ര മനോഹരമായ പട്ടണം, എത്ര ശ്രേഷ്ഠമേറിയ പട്ടണം, നല്ല വാതിലുകൾ, നല്ല തെരുവീതികൾ, നല്ല നല്ല കെട്ടിട സമുച്ചയങ്ങൾ, എല്ലാം കൊണ്ടും നന്നായിരിക്കുന്നു ഈ പട്ടണം. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല മനോഹരമായിരിക്കുന്ന സന്തോഷം. ചില ആളുകൾ ഇങ്ങനെ പ്രശംസ പറയാറുണ്ട്, അയ്യോ അച്ഛൻ്റെ പ്രസംഗമോ അച്ഛനോ അങ്ങനെ ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്താറുണ്ട്. ആ പുകഴ്ത്തുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇതിൽ കവിഞ്ഞൊരു ലോകമില്ലെന്ന്. പക്ഷേ പട്ടണം വളരെ മനോഹരം. അതിൻ്റെ ഉള്ളിലേക്ക് കേൾക്കുമ്പോൾ അതിലെ വെള്ളമോ ഗർഭനാശം വരുത്തുന്നത്. ഗർഭനാശം എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ വെച്ച് തന്നെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു മരിച്ചു പോകുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പുതിയൊരു സൃഷ്ടി ഉണ്ടാകുന്നേയില്ല. പ്രശംസിച്ചതുകൊണ്ട് എന്താ കാര്യം? എന്നെ നിങ്ങൾ എന്തു പ്രശംസിച്ചാലും
ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുതിയ സൃഷ്ടി ഈ വചനം കൊണ്ട് നടക്കുന്നേയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ലാഭം? ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എന്ന് വിചാരിക്കുക, ചാർജ് എടുത്തപ്പോൾ എന്ന് വിചാരിക്കുക, ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഇടവക്കാരൻ വന്ന് പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നോട് പറയുകയാണ്, അച്ചോ, അച്ഛൻ ഈ പള്ളിയിൽ വന്നു വളരെ നന്നായി. അച്ഛൻ വന്ന് അന്ന് മുതലാണ് സത്യത്തിൽ ഞാനും എൻ്റെ കുടുംബമൊക്കെ രക്ഷപ്പെട്ടത്. എന്ത് വലിയ പ്രശംസയാണ്. എനിക്ക് ആദ്യം തോന്നി, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ രക്ഷപ്പെടുകയാണല്ലോ, ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾക്ക് വലിയ ഹാപ്പിയാണല്ലോ, അവരെല്ലാം രക്ഷപ്പെട്ടെന്നാണല്ലോ പറയുന്നത്, എന്നെ അവർ പ്രശംസിക്കുകയാണല്ലോ, ഞാനാണ് നല്ല പട്ടക്കാരൻ എന്നൊക്കെ വിചാരിച്ചു. വീണ്ടും പറയുകയാണ്, അച്ഛൻ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു പോയത്. 2-3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ജോലി? നിങ്ങൾ ആരാണ്? പേര് ചോദിച്ചു. പേര് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ജോലി? അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ശവപ്പെട്ടി നിർമ്മിതാവാണ്. ദിവസവും എനിക്ക് ഒരു പെട്ടിയെങ്കിലും പോയെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അച്ഛൻ ഈ ഇടവയിൽ വന്നേ പിന്നെ ആഴ്ചയിൽ തീർച്ചയായും ഒരു പെട്ടിയെങ്കിലും ചിലവാകുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പ്രശംസിച്ചതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഞാൻ ചെന്നതുകൊണ്ട് ആ നാട്ടിൽ ഗുണമുണ്ടായിട്ടുണ്ടോ? ശാന്തമായിട്ട് ഓരോ ദൈവമക്കളും മനസ്സിലെന്ന് ചിന്തിക്കുക. പ്രശംസിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മുഖപ്രസാദം കൊണ്ടൊന്നും നടക്കത്തില്ല. ആത്മപ്രശംസ കൊണ്ടൊന്നും നടക്കത്തില്ല. പുതിയ സൃഷ്ടിയാണ് കാര്യം. പരിച്ഛേദനയുമല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി. അച്ഛൻ വളരെ വേഗത്തിൽ പോകട്ടെ. ഇരിപ്പ് കണ്ടാൽ മനോഹരമായ പട്ടണം, ശ്രേഷ്ഠമേറിയ പട്ടണം, അനുഗ്രഹിക്കപ്പെട്ട പട്ടണം. എന്നാൽ അതിനകത്തുള്ള വെള്ളം വളരെ വളരെ പ്രശ്നമുള്ള വെള്ളമാണ്. അത് ഗർഭനാശം വരുത്തുന്നു. ഓർക്കുക, നാം എങ്ങനെയൊക്കെയാണെങ്കിലും വചനമാകുന്ന വെള്ളം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. സത്യവചനം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. വചനം വളച്ചൊടിക്കുന്നവരാകരുത് നാം. ആ വചനം നമുക്ക് പ്രയോജനമുള്ളതായിരിക്കണം. വെള്ളമുണ്ടെങ്കിലും ഗർഭനാശം വരുത്തുന്ന വെള്ളമാകരുത്. വചനം ദൈവമക്കളുടെ ആത്മനിറവിന് ഉതകുന്നതായിരിക്കണം. സത്യവചനമായിരിക്കണം. യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയായിരിക്കണം. ക്രിസ്തുയേശുവിലേക്ക് ആളുകളെ വരുത്തുന്ന വചന ശുശ്രൂഷയായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് പുതിയ സൃഷ്ടി അല്ല, മറിച്ച് നാശമായിരിക്കും. തിന്നും കുടിച്ചും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും നാളുകൾ നീക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ശരി, അതിനൊരു നീക്കുപോക്കുണ്ട്, അതിനൊരു പോംവഴിയുണ്ട്. തളിക കൊണ്ടുവരിക, വെള്ളം കൊണ്ടുവരിക, നമുക്കറിയാം. അതിനകത്ത് ഉപ്പിട്ടു, ആ വെള്ളം പിന്നെ നദിയിലേക്ക് ഒഴിച്ചു, കിണറ്റിലേക്ക് ഒഴിച്ചു, കുടിച്ചുകൊള്ളാൻ പറഞ്ഞു, മരണം മാറിപ്പോയി. എന്താണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ഉപ്പ്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പരാജയങ്ങളെല്ലാം മാറും, നമ്മുടെ മരണങ്ങളെല്ലാം മാറും, നമ്മുടെ തോൽവി എല്ലാം മാറും. നമുക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ സാധ്യമേ അല്ല. ഒരു മനുഷ്യനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അറിയാതെ സമാധാനമായിട്ടും മുഖപ്രസന്നതയോടെയും മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഉപ്പ് അലുത്ത് ചേരണം നമ്മളിൽ. നമ്മുടെ മരണം മാറിക്കിട്ടാൻ, നമ്മുടെ സമാധാനക്കുറവ് അകത്തിക്കളയാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ നേരെയാകാൻ, നമ്മുടെ രോഗം മാറാൻ, നമ്മുടെ ഭാരം മാറാൻ, നമ്മുടെ ആകുലത അകറ്റിക്കളയാൻ, വ്യക്തി ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ഈ ഉപ്പ് ആവശ്യമാണ്. ഈ വചനം ആവശ്യമാണ്. ഈ കർത്താവിനെ ആവശ്യമാണ്. 2 മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആദ്യത്തെ മരണത്തിൻ്റെ നടുവിൽ പൊടിഞ്ഞവനായ യേശു, രണ്ടാമത്തെ മരണത്തിൻ്റെ നടുവിൽ അലിഞ്ഞു ചേരുന്നവനായ യേശു. നമ്മളിലേക്ക് ക്രിസ്തു അലിഞ്ഞു ചേരുകയാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ സന്തോഷം നമ്മളിലേക്ക് വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വസ്ഥത നമ്മളിലേക്ക് വരികയാണ്. അവൻ നമ്മളിൽ അലിഞ്ഞു ചേരുകയാണ്. ഒരുവൻ ക്രിസ്തുവിൽ ആകുകയാണ്. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ മരണം കഴിഞ്ഞു, പഴയ കാലങ്ങൾ കഴിഞ്ഞു. നാളുകൾ നീക്കിക്കളയുകയല്ല, പ്രത്യാശയോടെ നാളുകൾ നീങ്ങുകയാണ്. ഓരോ ദിവസവും പ്രത്യാശ. ഫറവോന് ഞാൻ ഇനി അടിമ അല്ല,
പരമ സിയോനിൽ ഞാൻ ഇനി അന്യനും അല്ല. എത്ര അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ! ഇന്നലത്തേക്കാൾ ഇന്ന് ക്രിസ്തു നിന്നിൽ അലിഞ്ഞു ചേരുമ്പോൾ, ദൈവവചനം നിൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, നീതിമാൻ്റെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. അതുകൊണ്ട് ക്രിസ്തു ഈ വീടിൻ്റെ നായകനെന്ന് ഒരു കടലാസിൽ എഴുതി ഒട്ടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോവാളിൽ വേദപുസ്തകം കാഴ്ച വസ്തുവായി വെച്ചതുകൊണ്ടോ നിന്നിൽ ദൈവത്തിൻ്റെ വചനം അലിഞ്ഞു ചേരുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിൻ്റെ ജീവിതത്തിലെ വിഷയം എന്തു തന്നെയാകട്ടെ, ഇന്ന് തന്നെ കർത്താവിൻ്റെ വചനമെടുത്ത് വായിച്ച് ധ്യാനിച്ച് മുട്ടുമടക്കി, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനോഹരമായി പുറംപൂശുകാരനാണ്, കണ്ടാൽ നല്ലൊരു ഭക്തനാണ്, പാരമ്പര്യമുള്ള കുടുംബത്തിൻ്റെ അംഗവുമാണ് ഞാൻ, എല്ലാ രംഗത്തും ഞാൻ മുൻപന്തിയിലാണ്, എങ്കിലും എൻ്റെ ജീവിതത്തിലൊരു വീണ്ടും ജനനം നടക്കുന്നില്ല, എൻ്റെ മക്കളിൽ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല, എൻ്റെ കുടുംബത്തിൽ വീണ്ടും ജനനത്തിൻ്റെ സന്തോഷമുണ്ടാകുന്നില്ല. പട്ടണം കണ്ടാൽ മനോഹരം, ഇരിപ്പ് കണ്ടാൽ ശ്രേഷ്ഠം, പക്ഷേ ഗർഭനാശം സംഭവിക്കാൻ കാരണം അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, സത്യവചനത്തിൽ വിശ്വസിക്കണം. സത്യമായ ദൈവവചനത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം. കലർപ്പില്ലാത്ത കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ദാഹിക്കണം. അപ്പത്തിനായുള്ള വിശപ്പ് മാറുക. അപ്പത്തിനായുള്ള വിശപ്പല്ല ഇനി, വെള്ളത്തിനായിട്ടുള്ള ദാഹവും അല്ല ഇനി വേണ്ടത്. ദൈവവചനത്തിൻ്റെ വിശപ്പ് ദേശത്തേക്ക് വരുന്നൊരു കാലഘട്ടം വരും. അതുകൊണ്ട് ഇപ്പോഴേ ഈ വചനം വിശ്വസിക്കണം. കലത്തിൽ മരണം, ഗർഭത്തിൽ മരണം, ഈ രണ്ട് മരണത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വീണ്ടെടുക്കട്ടെ. സമാധാനത്തോടെ നമുക്കിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, രഹസ്യമായി ഞങ്ങൾ മരിച്ചിട്ടുണ്ടോ? ഒരു വീണ്ടും ജനനത്തിന് ഞങ്ങൾക്ക് സാധ്യതയല്ലാതായിട്ടുണ്ടോ? പുനഃപരിശോധിക്കാൻ ഈ നാഴിക ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.